പ്രധാനമായും പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കി വിശദമായ പരിശോധന നടത്തി ആരെങ്കിലും അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യം കണ്ടെത്തുക, അവരെ അവിടെ നിന്ന് രക്ഷിക്കാൻ കഴിയാവുന്നതാണെങ്കിൽ രക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 30-നും 40-നും ഇടയിൽ ആളുകളുണ്ടെന്നാണ് പല രീതിയിലും, അതായത് ഔദ്യോഗികമായും അനൗദ്യോഗികമായും ലഭിക്കുന്ന വിവരം. ഇപ്പോൾ സ്ഥലം MLA സേവ്യർ ചിറ്റ്ലി പറഞ്ഞ പ്രകാരമാണെങ്കിൽ 13 പേർ ഇപ്പോൾ അവിടെ ചികിത്സയിലുണ്ട്. 10 പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ 10 പേർ മരിച്ചതായിട്ടാണ് ഇപ്പോൾ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ 23 പേർ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. 13 പേർ ചികിത്സയിലും 10 പേർ മരിച്ച നിലയിലും എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ബാക്കി ഉള്ളവർ ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിശദമായ പരിശോധനയ്ക്ക് ഇപ്പോൾ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി 3-3.5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഏകദേശം 3.5 മണിക്കൂറിലധികം വേണ്ടി വന്നു ഇവിടെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ. ഇത് നിയന്ത്രണ വിധേയമായതല്ല, സ്വാഭാവികമായും ഇവിടെ പൂർണ്ണമായും കത്തി നശിച്ചതാണ് എന്നതാണ്. നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. വലിയ തോതിൽ വെടിക്കോപ്പുകൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന സ്ഥലം എന്നതുകൊണ്ട് തന്നെ അവിടേക്ക് കടന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം സാധ്യമായിരുന്നില്ല. നിരന്തരം 2.5 മണിക്കൂറിലധികം നിന്ന് പൊട്ടുകയായിരുന്നു അതിനകത്ത്.